CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം ശിക്ഷിക്കപ്പെട്ടുവെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ പ്രതികരണം. ഈ കേസിനകത്ത് ഈ 14 പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് കോടതി ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ള നിയമ പോരാട്ടം പ്രസ്ഥാനവും ആ കുടുംബത്തോടൊപ്പം നിന്ന് തുടരുക തന്നെ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ CPM പറഞ്ഞത് ആ 2 ചെറുപ്പക്കാരുടെ കൊലപാതകത്തിനകത്ത് അവർക്ക് പങ്കില്ല എന്നാണ്. ഒരു മുൻ MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും DYFI-യുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും CPM-ന്റെ 2 ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ബാധ്യത CPM എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും കൊലയാളി രാഷ്ട്രീയത്തെ, കൊലപാതക രാഷ്ട്രീയത്തെ, കൊലയാളികളെ സംരക്ഷിച്ചു നിർത്തുന്ന കൊലയാളികളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. 2 കോടിയോടടുത്ത് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം, CBI എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്.